ഹലോ ഗൈസ്, എല്ലാവർക്കും IMX മിക്കവരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായി. എനിക്കറിയാം, ഇവിടെ ഫുള്ള് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നടക്കാൻ ബിസിയായി പോയി ഗൈസ്. എന്ത് ചെയ്യാനൊക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഇന്ന് നമ്മുടെ മാട്രിക്സിൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ അവനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പം എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും വരും. മാട്രിക്സിൻ്റെ അടുത്ത് ഇപ്പോൾ പറഞ്ഞേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലാണ് സെലിബ്രേഷൻ. അപ്പോൾ അവനോട് ഇങ്ങോട്ട് വരാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവരും ഇങ്ങോട്ടേക്കേ വരത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് കൈസ്, അവന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി. അത് വീഡിയോയിലുണ്ട്, നിങ്ങളെല്ലാവരും ലാസ്റ്റ് വരെ കാണണം. കൈസ്, ഒരു വെറൈറ്റി സംഭവമാണ്. നമ്മുടെ ഗ്യാങ്ങിലെ ഒരാളുടെ ബർത്ത്ഡേക്ക് പോലും നമ്മൾ ഇതുവരെ ഇങ്ങനൊരു സംഭവം സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ മാട്രിക്സിനാണ് നമ്മൾ ഫസ്റ്റ് ടൈം ഇങ്ങനൊരു സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത്. ആൻഡ് ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ വരത്തുള്ളൂ. ഗൈസ്, നമ്മളെന്തായാലും ഈ കോലത്തിലല്ല പോകുന്നത്. നമ്മളൊരു സൂട്ടൊക്കെ ഇട്ട് ഇച്ചിരി സ്റ്റാൻഡേർഡിൽ വേണ്ട പോകും. നമ്മുടെ ചെക്കൻ്റെ ബർത്ത്ഡേക്ക് നമ്മളൊരുമാതിരി കയ്യില്ലാത്ത വിരിനും ട്രാക്ക് പാൻറ്റൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഉണ്ടാവുക ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരനായിട്ട് വരാം ഗൈസ്. ഗൈസ്, അങ്ങനെ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കിയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. രാത്രിയാണ്, എൻ്റെ ഫേസും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് കാണുന്നില്ലെന്ന് എനിക്കറിയാം. നിങ്ങളതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പാർട്ടി നമ്മൾ രാത്രിയിലാണ് സെറ്റ് ചെയ്തത്, അതുകൊണ്ടാണ് അങ്ങനെ. ഓക്കെ, ഇനി എന്തായാലും നമുക്കിനി ആൾക്കാർ വരാൻ വെയിറ്റ് ചെയ്യണം. മിക്കവാറും ഫസ്റ്റ് തന്നെ സോമംബ്രോ ആയിരിക്കും വരുന്നത്. എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഫസ്റ്റ് സോമംബ്രോ അല്ലേ കൂപ്പാണ് വരുന്നത്. കൂപ്പിൽ നിന്ന് വരുമോയെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. കൂപ്പ് ചിലപ്പോഴേ വരാൻ സാധ്യതയുള്ളൂ എന്നാണ് പറഞ്ഞത്. മിക്കവാറും അപ്പോൾ സോമംബ്രോ ആയിരിക്കും ഫസ്റ്റ് വരാൻ പോകുന്നത്. നമുക്കിനി എന്തായാലും അവർക്ക് വേണ്ടിയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യാം ഗൈസ്. അവർ വന്നിട്ട് നമുക്ക് മെല്ലെ അങ്ങ് ഇറങ്ങാം. എൻ്റെ എല്ലാവരുടെ സംസാരിച്ചൊക്കെ എന്നിട്ട് ഫസ്റ്റ് കുറച്ച് നേരം വീട്ടിലിങ്ങനെ നിന്ന് കറങ്ങിയിട്ട് നമുക്ക് മെല്ലെ അങ്ങോട്ടേക്ക് പോകാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ നമുക്ക് എല്ലാവരും വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഗൈസ്. 2 hours later. ഗൈസ്, അങ്ങനെ 2 മണിക്കൂർ പോസ്റ്റ് അടിച്ചിരുന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ സോമംബ്രോ വന്നിട്ടുണ്ട്. സോമ, പിന്നെ എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? കുറേ കാലമല്ലേ കണ്ടിട്ട്. എവിടെ ആയിരുന്നു? നിനക്കറിയാലോ, നമ്മൾ കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിനസ് മീറ്റിംഗ് ഒക്കെ ആയിട്ട് ഇച്ചിരി ബിസി ആയിരുന്നു. അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനും നിൻ്റെ അടുത്ത് വരാനും പറ്റിയില്ല. ഓക്കെ ആടെ സോമ, ഓക്കെ 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 ഓക്കെ. അവന് ബിസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബിസിനസ്സാണെന്നൊക്കെയാണ് കേസ് പറയുന്നത്. എല്ലാം ഉടായിപ്പാണ്. ഓക്കെ ഗൈസ്, ഇതാരാ ഗൈസ്? അവൻ്റെ വണ്ടി കൊള്ളാം, വർക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. നല്ല വൃത്തിക്ക് വർക്കൊക്കെ ചെയ്തൊരു വണ്ടിയാണ്. ആരാന്ന് എനിക്കറിയത്തില്ല. കാരണം ഗൈസ്, നമ്മുടെ ഗ്യാങ്ങിലേക്ക് പുതിയതായിട്ട് കുറേ മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പുതിയതായിട്ട് വന്നവരുടെ വണ്ടിയോ കാര്യങ്ങളൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് എനിക്ക് ആരാന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ വന്ന ആളാരാന്ന് എനിക്കറിയത്തില്ല ഗൈസ്. എന്നാലും ഇത് ആരാണോ എന്തോ, എന്തായാലും വന്ന വണ്ടി കൊള്ളാം ഗൈസ്. നമ്മുടെ സോമംബ്രോ വണ്ടി മാറ്റിയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഗോൾഫായിട്ട് സോമംബ്രോ വന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇത് നമ്മുടെ M4 ആട്ടോ. ഇതിൻ്റെ പുതിയ വണ്ടിയാണ്. മേടിച്ചിട്ട് അധികം ആയിട്ടില്ല. ഓക്കെ, ഇതാണ് എൻ്റെ പുതിയ M4. ഇതെൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുന്ന എല്ലാവരും കണ്ടിട്ടുണ്ടാവും. യൂട്യൂബിൽ ഞാൻ ഇതുവരെ പോസ്റ്റോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഗൈസ്. അതുപോലെ തന്നെ എല്ലാവരും ഇൻസ്റ്റഗ്രാമിൽ കയറി ഫോളോ ചെയ്തേക്കുക ഗൈസ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഗൈസ്. സോംബ്രോ ഇവിടെ അവൻ്റെ വണ്ടിയും കൂടി ഇടാനുള്ള പരിപാടികളാണെന്ന് തോന്നുന്നു നോക്കുന്നത്. നമുക്ക് എന്തായാലും അകത്തേക്ക് കയറി പോകാം ഗൈസ്. പുറത്തിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇനി ആൾക്കാർ വരാൻ കിടക്കുന്നുള്ളൂ. ഇഷ്ടം പോലെ മീൻസ് ഒരു 4-5 പേരും കൂടെ വരാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അധികം ആൾക്കാരൊന്നും വിളിച്ചിട്ടില്ല. നമ്മുടെ ഗ്യാങ്ങിൽ തന്നെയുള്ള കുറച്ച് പേരെ മാത്രമേ നമ്മൾ വിളിച്ചിട്ടുള്ളൂ. അവരൊക്കെ ഇനി വരണം ഗൈസ്. സംഭവം സത്യം പറഞ്ഞാൽ ചെറിയൊരു പോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അവന്മാർ വരാൻ ഇച്ചിരി ലേറ്റ് ആവുന്നുണ്ട്. സമയമാവുന്നുള്ളൂ, എന്നാലും ഇച്ചിരി നേരത്തെ വരേണ്ട കേസ്. അവന്മാരിങ്ങനെ ഒരു ഉത്തരവാദിത്തമില്ലാണ്ട് പോയി കഴിഞ്ഞാൽ എന്താവും? ഒരു പരിപാടിയൊക്കെ വെച്ച് ഇച്ചിരി നേരത്തെ നല്ല ചുമ്മാ വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റുള്ളൂ. ഞാനാണെങ്കിൽ കുറേ നേരത്തെ പോസ്റ്റ് അവന്മാർ വണ്ടിയുടെ ഓരോ കാര്യങ്ങൾ നടക്കുന്നു. എന്നാലും ഈ മുട്ട വരാം കേസ്. ഈ മുട്ടയാണെങ്കിൽ ഒന്ന് സംസാരിക്കുന്നുമില്ല. അരേ സോമംബ്രോ, തും കിതറേ ബായി? ഞാൻ ഇവിടെ പോസ്റ്റ് ആടേ, എന്ന് വാടാ. ഈ മുട്ട ഒന്നും സംസാരിക്കുന്നില്ല, എന്തുവാടേ? എവിടെ സോമൻ? എവിടെ ബാക്കിയുള്ളവരെവിടെ? ആൾക്കാരെവിടെ? എനിക്ക് ബോറടിക്കുന്നു. സോമൻ ഇതുവരെ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു. സോമൻ ഇപ്പോഴും വണ്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. മിക്ക നമ്മൾ ഈ ഗോൾഫ് M4 കിടക്കണ അതിൻ്റെ ലുക്കല്ലടാ, ഒരു രക്ഷയില്ലാത്ത ഫ്രെയിം തന്നെ. സോമ, അത് നീ പറഞ്ഞ ശരി കേട്ടോ. 50 കിടക്കുന്നതാണെങ്കിൽ ഇല്ല ലുക്ക് തന്നെ. നമ്മുടെ ബാക്കിയുള്ള ടീംസൊന്നും ഇതിൽ എത്തിയില്ലോടെ. അവന്മാർക്ക് എവിടെയാണോ? മിക്ക സമയമായിട്ടില്ലടേ. നീ പറഞ്ഞ സമയം, ഇപ്പോഴത്തെ സമയം നീ നോക്കാം. അവന്മാരൊക്കെ വരാനാവുന്നേ ഉള്ളൂ. നീ തിരക്കാക്കല്ലേ. ആടാ, അതും ശരിയാണ്. അവന്മാർ വരാവുന്നേ ഉള്ളൂ. ഞാൻ തിരക്കാക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് എന്തായാലും അവന്മാർ വന്നിട്ട് ബാക്കി റെക്കോർഡ് ചെയ്യാം ഗൈസ്. ഗൈസ്, നമ്മുടെ സോമനെ കാണുന്നില്ലല്ലോ. മിക്കവാറും കിച്ചണിലും വല്ലതും ഉണ്ടോ? അവനെ കാണാണ്ട് പോയി കഴിഞ്ഞാൽ അവിടെയാണ് നോക്കട്ടെ. അത് തന്നെ, എനിക്കറിയാം. അവൻ കിച്ചണിലേ കാണത്തുള്ളൂ. ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കിച്ചണിൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഇവനാണ്. അതുകൊണ്ട് എനിക്കറിയാം. മിക്ക നീ ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ലേ? എന്തുവാടേ? മിക്കൻ്റെ ഫുഡ് എവിടെ നിന്നാണോ? പുറത്തുനിന്നാണോ അതോ ഇവിടെ തന്നെ എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് പുറത്തുനിന്ന് മതിയായിരുന്നു. സോമ, നീ ഒന്നും പേടിക്കേണ്ട. ഫുഡൊക്കെ പുറത്തുനിന്നാണ്. അതോ തരം ടെൻഷൻ അടിക്കണ്ട. എന്നാൽ ഇപ്പോഴും എനിക്ക് മനസ്സിലാത്ത ആ മുട്ട ആരാണ്.
അവനാണ് ചോദിച്ചിട്ട് പറയുന്നില്ല ഗൈസ്, അതാണ് മെയിൻ സംഭവം. അവൻ ചോദിച്ചിട്ട് പറയുന്നില്ല അവൻ ആരാന്ന് ഗൈസ്. അപ്പോൾ വേറെ ആരും കൂടെ വന്നിട്ടുണ്ട്, ആരാന്ന് എനിക്കറിയത്തില്ല. ആ, ഇതാ നമ്മുടെ പുതിയ മെമ്പറാന്ന് തോന്നുന്നു. എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല ഗൈസ്. ഞാൻ പറഞ്ഞില്ല ഓൾറെഡി. എടാ മിക്ക എടാ ഇന്ന് പാർട്ടിക്ക് ഗേൾസ് തന്നെ വരുവാടാ. എൻ്റെ പൊന്നു സോമ, നീ ഓടി വന്ന് ഇടിച്ചിട്ടിട്ട് ഇതൊക്കെയാണോ ചോദിക്കുന്നത്? ഗേൾസ് ആരും ഇല്ല, ഇത് നമ്മുടെ ഗ്യാങ്ങിലെ മെമ്പേഴ്സ് മാത്രം. നീ എന്താ ഇങ്ങനെ ആയിപ്പോയി ഗൈസ്? സോമൻ ഗേൾസ് വരുന്നില്ല എന്നൊക്കെയാണ് ഗൈസ് ചോദിക്കുന്നത്. എനിവേ ഗേൾസ് ഒന്നും ഇല്ല, നമ്മുടെ കുറച്ച് മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ M5 നമ്മുടെ ഫ്ലാഷാണെന്ന് തോന്നുന്നു ഗൈസ്. നമ്മുടെ സോമൻ ബ്രോ ഇവിടെ നിൽപ്പുണ്ട്. നമ്മുടെ ബാക്കിയുള്ളവരോട് നിന്ന് വണ്ടി എടുത്ത ഫ്ലാഷ്. ഗൈസ് ഇത് തേറിപ്പോയി ഗൈസ്. അത് കൊള്ളായിരുന്നു കേട്ടോ എൻ്റെ മോനെ. നിസ്സാരം 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 നമ്മളെ കൊണ്ട് പറ്റും ഒന്നുകൂടെ. നിസ്സാരം നിസ്സാരം. അതെ, രാവിലെ ആവശ്യമില്ലാണ്ട് മുക്കിയിട്ട് കക്കൂസി പോകുന്നു. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. പോയിട്ടോ. ഗൈസ് നമ്മളെ സോമർ ഇവിടെ കിടന്ന് ഒരേ പുഷപ്പടി അത് ഇതൊക്കെ കേട്ടോ. കൊള്ള ഫുള്ള് മച്ചനൊക്കെ ഫുള്ള് വർക്കൗട്ട് മൈൻഡാണ് ഇപ്പോൾ ഗൈസ്. ഗ്യാങ്ങിലുള്ള എല്ലാവരും ഫുള്ള് വർക്കൗട്ട് മൈൻഡാണ്. ഇപ്പോൾ എവിടെ പരിപാടി വെച്ചാലും അവിടെ കിടന്ന പുഷപ്പടിയാണ് ഗൈസ്. അപ്പോൾ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ടെന്ന് ഇവിടെ എല്ലാവരും പാർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവർ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. നമ്മുടെ ഫ്ലാഷ് ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബർത്ത്ഡേ ബോയ് ഇതുവരെ വന്നിട്ടില്ല. മാട്രിക്സ് ഇതുവരെ എത്തിയിട്ടില്ല ഗൈസ്. നമ്മളിനി അവന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യേണ്ടത്. മാട്രിക്സ് വരണം, പിന്നെ വേറെ 2-3 പേരും കൂടെ ഉണ്ട് ഗൈസ് നമ്മുടെ ഗ്യാങ്ങിലെ. അപ്പോൾ അവന്മാരൊക്കെ വരണം. നമ്മുടെ എലൈറ്റ് മെമ്പർ വാസു ബ്രോ എല്ലാവരും വരാനുണ്ട് ഗൈസ്. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഇനി വെയിറ്റ് ചെയ്യണം, അതാണ് സംഭവം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ സിറ്റിയിലേക്ക് പോയിട്ട് സിറ്റിയിൽ ഞാൻ അവന് വേണ്ടി ഒരു സംഭവം സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം ഗൈസ്. ഈ ഇടയായിട്ട് എനിക്ക് ഭയങ്കര ലുക്ക് കൂടുന്നുണ്ടോ എന്ന് എനിക്ക് ഭയങ്കര ഡൗട്ട്. ഇത്രയും ദിവസം ഇത്ര ലുക്കിലായിരുന്നു ഗൈസ്. നമ്മളങ്ങനെ കുറേ കാലത്തിന് ശേഷം 2 ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ ഹെയർ സ്റ്റൈലും അതുപോലെ തന്നെ നമ്മുടെ താടി മ്യൂസിക്കും സെറ്റാക്കിയിട്ട് ഒരു വരവുണ്ട് മുത്തേ ഗൈസ്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പം അമ്മമാർ സംസാരവും ചിരിയും കളിയൊക്കെയാണ്. എല്ലാവരും ഹാപ്പിയാണ് ഗൈസ്. ചില്ലിങ് തന്നെ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കലും കോമഡി പറയലും അത് ഇതൊക്കെയാണ് ഇപ്പോൾ പരിപാടി. ഇവന്മാരൊക്കെ കൊണ്ട് ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോകണം ഗൈസ്. നമ്മൾ സിറ്റിയിൽ ഞാൻ ഓൾറെഡി വീടിൻ്റെ ഫസ്റ്റിലേ പറഞ്ഞിട്ടുണ്ട് ഒരു സെറ്റാക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇവന്മാരെല്ലാവരും അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇതാകെ ഇതിൽ സോമൻ ബ്രോയ്ക്കും എനിക്കും പാരാസിവലിനും മാത്രമേ ഈ സംഭവം അങ്ങനെ സംഭവം സെറ്റ് ചെയ്തായിട്ട് അറിയത്തുള്ളൂ. ബാക്കി ഒറ്റ പ്ലേസിനും ഈ പരിപാടിക്കൊന്നും ഒറ്റ ഒരാൾക്ക് പോലും അറിയത്തില്ല. അത് നമ്മളെന്തായാലും അവിടെ ചെന്നിട്ട് ഫുള്ളുമാരെ കാണിച്ച് സർപ്രൈസ് ആക്കി സെറ്റാക്കാൻ പോവാണ്. മാട്രിക്സിന് കുറേ വിഷയം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മാട്രിക്സ് ഇവിടെ നിൽപ്പുണ്ട് കൈ. ഇവിടെ ഫുഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, നീ ഇങ്ങനെ പേടിക്കില്ല. നമുക്ക് വേറെ സ്ഥലത്ത് പോകാനുണ്ട്, അവിടെ നിന്ന് ഫുഡൊക്കെ സെറ്റാക്കി തരാം. നിങ്ങൾ കുറേ നേരമായിട്ട് അവിടെ പോകണ്ടെന്ന് പറയുന്നത് എങ്ങോട്ടോ സ്ഥലമാണ്. ടൈം വേസ്റ്റ് ആക്കണം. നമുക്ക് എന്നാൽ പിന്നെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവാം. മാട്രിക്സ് അത് ശരിയായില്ല. പിന്നെ എല്ലാവരും ഓരോരുത്തരായിട്ട് പോകാനൊക്കെ ടൈം ആയി കഴിഞ്ഞാൽ സീനാവും. നമുക്ക് വന്നവരെ വെച്ചിട്ട് എന്നാൽ പിന്നെ അങ്ങോട്ട് പോകാം. കുറച്ച് പേരും കൂടെ വരാനുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും എന്നാൽ പിന്നെ ഡയറക്റ്റ് അങ്ങോട്ടേക്ക് വരട്ടെ. അതെ, നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് പോവാം. മിക്ക ആടെ സമയം പോയി, നമുക്ക് പോവാം. വാ പോകുന്നതിന് വണ്ടി ഒന്ന് നോക്കിയേ, എങ്ങനെയുണ്ട്? നല്ല വണ്ടിയല്ലേ? ആടെ മാട്രിക്സ് എൻ്റെ വണ്ടിയൊക്കെ കൊള്ളാം, നല്ല വർക്കൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഇതാരെയാ, നീ തന്നെ ചെയ്താണോ അതോ വേറെ അറേഞ്ച് ചെയ്ത് സെറ്റാക്കിയതാണോ? സംഭവം എന്തായാലും കൊള്ളാം കേട്ടോ. നമുക്കെന്തായാലും ഇനിയിപ്പോൾ ലേറ്റ് ആക്കാണ്ട് പോവാം. നിൻ്റെ വണ്ടിയൊക്കെ കൊള്ളാം, അതൊക്കെ വെക്കാം അവിടെ. നമുക്കിനി നേരെ ആ സ്ഥലത്തേക്ക് പോയില്ല, വീഡിയോ ഭയങ്കര ലെങ്തായി പോടാ. ഗൈസ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ സിറ്റിയിലേക്കാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ ഫുള്ള് വണ്ടിയെല്ലാം കൂട്ടിയിട്ട് മര്യാദയ്ക്ക് എടുക്കാൻ പറ്റുന്നില്ല. പോർച്ചിൽ നിന്ന് ഇങ്ങനെ ഇറക്കി വന്നതെന്ന് എനിക്കറിയത്തുള്ളൂ. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഇവിടുന്ന് സിറ്റി പോയിട്ട് അവിടെ ഇവൻ്റെ ബർത്ത്ഡേ സെറ്റാക്കാനായിട്ട് ഒരു സ്ഥലത്ത് ഞാനിങ്ങനെ ഒരു സ്റ്റേജും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ബുക്ക് ചെയ്ത് സെറ്റാക്കി ഡെക്കറേഷനൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. പക്ഷേ ആ കാര്യം ഇവർക്ക് ആർക്കും അറിയില്ല ഗൈസ്. എനിക്കും നമ്മുടെ സോമൻ ബ്രോയ്ക്കും പിന്നെ നമ്മളോട് ഇപ്പോൾ പാരസിവലുണ്ട്. പാരസിവലിന് മാത്രമേ ഗൈസ് അറിയത്തുള്ളൂ, ബാക്കി ആർക്കും അറിയത്തില്ല. എല്ലാവരും സർപ്രൈസ്ഡ് ആവും ഗൈസ്. നമുക്കിനി അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാം. കാരണം ഇപ്പം തന്നെ ഒരു 8-9 മിനിറ്റ് സംതിങ് ആയിട്ടുണ്ട് വീഡിയോ. വലിച്ച് നീട്ടി ലാഗാക്കി ഓവറാക്കി ചളവാക്കുന്നില്ല. എന്തായാലും ഇനി ഇപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ അവിടുന്ന് ഷൂട്ട് ചെയ്യാം ഗൈസ്. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ വാസുബ്രോയിനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇപ്പോൾ എല്ലാവരും ഇവിടെ എത്തി, മാട്രിക്സ് എത്തിയിട്ടുണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ സംഭവം. ഇവിടെ കുറച്ച് മതിലും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഉള്ളിലേക്ക് കയറി ചെല്ലണം. അവിടെയാണ് നമ്മുടെ സ്റ്റേജ് വരുന്നത്. നമ്മളെന്തായാലും അങ്ങോട്ടേക്ക് ഇനി പോവാണ് ഗൈസ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മാട്രിക്സിൻ്റെ ഒക്കെ കിളി പറയും ഗൈസ്. ഒരു കിടിലൻ കേക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും സർപ്രൈസ്ഡ് ആവും, എനിക്ക് ഉറപ്പാണ്. മിക്കവാറും എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അത്രയും നല്ല കിടില സംഭവമാണ് ഗൈസ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്.
പിന്നെ ഇഷ്ടപ്പെടാണ്ടിരിക്കുമോ ഗൈസ്? നമ്മളെന്തായാലും ഇവിടെ എത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി അവന്മാർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഗൈസ്. അങ്ങനെ എല്ലാവരും വന്നു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ മിക്കവാറും അത്യാവശ്യം ലെങ്ത് ആവാൻ സാധ്യതയുണ്ട് ഗൈസ്. അപ്പം ഇതാണ് ഗൈസ് നമ്മുടെ സ്റ്റേജിലെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ. ഇവിടെ കയറി ചെല്ലുമ്പോഴത്തേക്കും നമ്മളൊരു കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മാട്രിക്സിൻ്റെ പേരൊക്കെ എഴുതി ഹാപ്പി ബർത്ത്ഡേ മാട്രിക്സ് എന്നൊക്കെ എഴുതി ഒരു കേക്കൊക്കെ വെച്ച് പൂവൊക്കെ ഉള്ള കേക്കൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇതങ്ങനെ അധികം ആർക്കും അറിയത്തില്ല ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇത്രയും പേർക്ക് മാത്രമേ അറിയത്തുള്ളൂ. സോമനും എനിക്കും പാരാസോലിനും മാത്രം. പിന്നെ ബാക്കി എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അവന്മാരൊക്കെ വിളിച്ച് ഇതിനകത്ത് കയറ്റി കേക്കൊക്കെ മുറിച്ച് പെട്ടെന്ന് പരിപാടി തീർക്കണം ഗൈസ്. നമ്മുടെ സോമംബ്രോ എവിടെ ഗൈസ്? ഇതാരും ഇപ്പോൾ ഓടി വരുന്നത്? ഇത് നമ്മൾ മറ്റേ നേരത്തെ ഉണ്ട മുട്ടയാണോ ഗൈസ്? സോമംബ്രോ ഇവിടെ ഇപ്പോൾ ഉണ്ട്. സോമംബ്രോ എന്തൊക്കെയുണ്ട്? സെറ്റപ്പൊക്കെ ഉണ്ട് വെച്ചാൽ മിക്ക സെറ്റപ്പൊക്കെ അടിപൊളിയാടാ. നീ അത്യാവശ്യം വൃത്തിക്ക് തന്നെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. കൊള്ളാലോ. സംഭവം എത്ര രൂപ ചിലവാടാ? സോമുത്തൻ പൈസ നമുക്കൊരു വിഷയമല്ലെന്ന് എനിക്കറിയാലോ. എത്ര രൂപയാണെന്ന് വെച്ചാൽ അധികമൊന്നും ആയല്ലടാ ഗൈസ്. അങ്ങനെ നമ്മളെ മാട്രിക്സ് വരുന്നുണ്ട്. ചെക്കനെ നമ്മളെ സർപ്രൈസ് ഒക്കെ പോകുമ്പോൾ മാട്രിക്സ് നമ്മൾ കണ്ടെന്ന് തോന്നുന്നു. മാട്രിക്സ് കണ്ടില്ലേ? കണ്ട് ഗൈസ് മാട്രിക്സ് കണ്ട്. നിങ്ങൾ ഇത്രയൊക്കെ ചെയ്ത് എനിക്ക് വേണ്ടി നിങ്ങൾ മുത്താണ് നിൽക്കണ്ട. അടിപൊളി താങ്ക്സ് നിൽക്കണ്ട. എനിക്ക് ഇതുവരെ ഇങ്ങനെ കിട്ടിയിട്ടില്ല മാട്രിക്സ്. പിന്നെ അല്ല, ഇതൊക്കെ സെറ്റാക്കിയല്ലേടാ നമ്മളൊക്കെ ഇവിടെ ഉള്ളത്. നിൽക്കണ്ട. എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. ഭയങ്കര താങ്ക്സ് നിൽക്കണ്ട. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. നിൽക്കണ ഇതെന്താ കേക്കോ ഉണ്ടോ? നിങ്ങൾ എന്തൊക്കെയാണ് നിൽക്കണേ സെറ്റാക്കി വെച്ചേക്കുന്നത്? കൊള്ളാലോ നിങ്ങൾ. എടാ സത്യം പറഞ്ഞാൽ കേക്ക് നമ്മുടെ പ്ലാനിലില്ലായിരുന്നു. പിന്നെ ഇത്രയൊക്കെ സെറ്റാക്കുമ്പോൾ കേക്കിൽ എന്താണ് ഒരു വൈബ്. കേക്കൊക്കെ മുറിച്ച് നമുക്ക് ഹാപ്പി ആയിട്ട് എല്ലാവർക്കും കഴിച്ചങ്ങ് വീട്ടിലൊക്കെ പോകാമല്ലോ. അപ്പോൾ പിന്നെ കേക്ക് കൂടെ വാങ്ങാമെന്നങ്ങ് വിചാരിച്ച്. ഇതെന്തായാലും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല. നിൽക്കണ്ട. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഫുള്ള് സെറ്റപ്പൊക്കെ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. മാട്രിക്സ് അവിടെ നിന്ന് മിക് ബ്രോ ലവ് യു എന്നൊക്കെ പറയുന്നുണ്ട്. സോമൻ അവിടെ നിന്ന് ഒരേ കൈകൊട്ടിലാണല്ലോ ഗൈസ്. ഒരുത്തൻ്റെ കൈകൊട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത കഴിഞ്ഞത് അവിടെ കിടന്ന് ഉരുളുന്നു നിലത്ത് കിടന്നിട്ട്. എന്താ നോക്കണേ? നിൽക്കണം. ഇങ്ങനെ കൈയും കൊട്ടി ഡാൻസും കളിച്ചിരിക്കാനാണോ പ്ലാൻ? കേക്ക് മുറിക്കണ്ടേ? അവിടെ എല്ലാവരും കേക്ക് മുറിക്കും. ടൈം ആളല്ലേ. ഗൈസ് അങ്ങനെ സക്സസ്ഫുള്ളി നമ്മുടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാവരും പരിപാടികളൊക്കെ കഴിഞ്ഞ് വെറുതെ കുറച്ച് നേരം ചില്ല് ചെയ്തിട്ട് എല്ലാവരും അതേപോലെ തിരിച്ചെല്ലാവരും വീട്ടിലേക്ക് പോകും കാര്യങ്ങളാവും. അതാണ് ഗൈസ്. ഇനി വെറുതെ കുറച്ച് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കേക്ക് കഴിച്ചിരിക്കണം ഗൈസ്. ഇവിടെ എല്ലാവരും കൂടെ കേക്കിന് വലിയ പീസിനും ചെറിയ പീസിനൊക്കെ അടിയാണ് ഗൈസ്. ഈ സോമൻ്റെ കൈ ഇതുവരെ കഴിഞ്ഞില്ലേ? ഇവൻ കുറേ നേരമായാലും എൻ്റെ കൈയൊന്നും വേദന എടുക്കുന്നില്ലേ പോലും. മിക്ക അങ്ങനെയൊന്നും വേദന എടുക്കുന്നതല്ല എൻ്റെ കൈ. ഓക്കെ നിൻ്റെ കൈ വലിയ സംഭവം തന്നെ. സമ്മതിച്ച് ഗൈസ്. ഞാൻ നമ്മുടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ ടീമിൻ്റെ ഫുൾ നെയിം അവിടെ അടിച്ചിട്ടുണ്ട്. ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അതിൻ്റെ ഷോർട്ട് ഫോം ടീം IMX എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നടുക്ക് തന്നെ നമ്മുടെ മാട്രിക്സിൻ്റെ പേരും ഹാപ്പി ബർത്ത്ഡേ മാട്രിക്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ ഒരു കാറിൻ്റെ സ്റ്റിക്കർ, അങ്ങനത്തെ ചെറിയൊരു തട്ടിക്കൂട്ട് സെറ്റപ്പാണ് ഗൈസ്. നമുക്ക് ഈ പ്ലാൻ വരുന്ന സംഭവം നൈറ്റാണ് ഈ പ്ലാൻ വരുന്നത്. അപ്പോൾ പെട്ടെന്ന് പിറ്റേ ദിവസം നൈറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് തീർക്കണം. നൈറ്റ് മീൻസ് വെളുപ്പിന് ഒരു 2 മണിക്കൊക്കെയാണ് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നത് ഗൈസ്. ഇവനിങ്ങനെ കൊടുക്കാന്നൊക്കെ. നമ്മളിവിടെ വെറുതെ നടക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു മച്ചൻ കാണിക്കുന്നുണ്ടോ ഗൈസ്? ഗൈസ് ഇവന്മാരിവിടെ എന്തൊക്കെ ഉടായ്പ പരിപാടികളാണ് കേട്ടോ. അപ്പുറത്ത് നമ്മുടെ സോമൻ ബ്രോയും നമ്മുടെ പാരസീലും ഒന്നിച്ച് അവിടെ നിൽപ്പുണ്ട്. അവന്മാരിവിടെ നിൽപ്പുണ്ട്. അവന്മാർ രണ്ടും ഇവിടെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുവാൻ തോന്നുന്നു. ഗൈസ് നമ്മുടെ സോമൻ ബ്രോ ഇവിടെ ഉണ്ട്. എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ പാരസീലുണ്ട്. പാരസീല് ഫുള്ള് മറ്റേ റേസിന് പോകുന്ന പോലെ ഹെൽമെറ്റും ഫുള്ള് മറ്റേ സംഭവം സൂട്ടൊക്കെ ഇട്ടിട്ടാണ് ഗൈസ് വന്നേക്കുന്നത്. നമ്മുടെ IMX-ൻ്റെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ പുറകിലാരാ ഗൈസ്? ഇവരെന്താ എൻ്റെ പുറകിൽ നിന്ന് ഇടിച്ചുകൊണ്ടിരിക്കുന്നത്? ഓക്കെ ക്യാമറ ഉണ്ടാകത്തേക്ക് മച്ചൻ മാറിപ്പോയി കേട്ടോ. നല്ല കുട്ടിയായി. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതുപോലത്തെ കിടിലൻ വീഡിയോസ് ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ് അടിക്കുക. ആൻഡ് എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. എല്ലാവരും പോയിട്ട് ഫോളോ അടിക്കണം. നമ്മുടെ സൈഡിൽ നിൽക്കുന്ന മച്ചാൻ ആരെന്ന് എനിക്കറിയത്തില്ല, അവിടെ നിൽപ്പുണ്ട്. ഓക്കെ ഇനി നമ്മൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോസായിട്ട് നല്ല കിടിലൻ വീഡിയോസൊക്കെ ആയിട്ട് വരും. അപ്പോൾ അതായിരിക്കും ബൈ ഗൈസ്.